അതേപോലൊരു അപ്പാർട്ട്മെൻറ്റിൽ ടോപ്പിലൊരു ഫ്ലാറ്റ് എടുക്കും വൺ ഡേ ഒരു നാൾ ഗൈസ് ഗുഡ് ബോഡി. രാവിലെ എണീറ്റ് പല്ലേച്ച് എല്ലാവർക്കും സൺഡേ ഫണ്ടേ ആണ്, എനിക്ക് ഫുണ്ടേ ആണ്. അലക്കാനുള്ള ഡ്രസ്സെല്ലാം എടുത്ത് ഞാൻ കല്ലിനെ കാണാൻ പോയി. കല്ലിലേക്ക് ഇട്ടു, സോപ്പും കൂടി ബക്കറ്റിലേക്ക് ഇട്ടു, വെള്ളം പറഞ്ഞു, പതപ്പിച്ചു. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്ത പ്രോസസ്സ് ആയതുകൊണ്ട് അലക്കാൻ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായ, വീട്ടിലായപ്പോൾ ഇതൊന്നും ഞാൻ അറിയേണ്ടില്ലായിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ലീവാണ്. പക്ഷെ നമുക്ക് അങ്ങനെയല്ലല്ലോ, വർക്ക് ഹാർഡ് ഗെറ്റ് റീച്ച്. പണിയെടുക്കണം, പൈസ ഉണ്ടാക്കണം. ഫുഡ് കഴിക്കാൻ വന്നു. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഓർഡർ അടിച്ചു. നോക്കുമ്പോൾ ഇവിടെ നിന്നല്ല, സരവണ ഭവൻ, നമ്മുടെ റാവത്ത് ബായുടെ ഷോപ്പ്. പുള്ളിക്കാരൻ്റെ ലൈഫ് സ്റ്റോറിയൊക്കെ ഒരു സിനിമയ്ക്കുള്ള സ്ക്രിപ്റ്റ് ഉണ്ട്. 45 കൊല്ലം മുമ്പ് കൊൽക്കത്തയിൽ നിന്ന് കേരളത്തേക്ക് ട്രെയിൻ കയറിയതാണ്. 3028. ഹലോ, ഓക്കെ ടീക്കേ. പുള്ളിക്കാരനിപ്പോൾ ഇവിടെ ഒരു വീടായി, ഷോപ്പായി, ഭാര്യയായി, കുട്ടികളായി. കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റേറ്റാണ് കേരളം. കഷ്ടപ്പെട്ട രക്ഷപ്പെടാം. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് നടു റോട്ടിൽ ഒരു ഉളുപ്പില്ലാണ്ട് ഒരാൾ കിടക്കണേ. നല്ല കഥ. അങ്ങനെ ഉച്ച കഴിഞ്ഞ് അസറായി. പടച്ചോന് കൊടുക്കേണ്ടത് പടച്ചോന് കൊടുക്കണം. വഴിയിൽ കണ്ട ഒരു പള്ളിയിൽ കയറി അസർ നിസ്കരിച്ച് നേരെ റൂമിലോട്ട് പോയി. അത് കഴിഞ്ഞ് മഗ്‌രിബിൻ്റെ ശേഷം വീണ്ടും ഇറങ്ങി. സ്ട്രഗിൾ ചെയ്യാൻ അറിയുന്ന മനുഷ്യർ എവിടെ പോയാലും ജീവിക്കും. അങ്ങനെ മഗ്‌രിബിന് ശേഷം കുറേ ഓർഡേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ നേരെ റൂമിലോട്ട് പോയി.